ടി.പി. ചന്ദ്രശേഖരന്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര പ്രാവശ്യമാണ് പരോൾ കൊടുത്തത്? പരോൾ കൊടുത്ത 1000-ലധികം ദിവസം പരോൾ കിട്ടിയ പ്രതികളുണ്ട്. പരോൾ, ഇത്രയും വലിയ ക്രൂരമായ കൊലപാതക കേസിലെ പ്രതികൾ. എന്താണ് പരോൾ കൊടുക്കാനുള്ള സംവിധാനം? ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അസുഖമുണ്ടാകണം, അപ്പോഴാണ് കൊടുക്കേണ്ടത്. 1000 ദിവസം എൻ്റെയൊക്കെ ബന്ധുക്കൾ മരിച്ചോ? ഒരു സ്ത്രീയുടെ, ഒരു കുടുംബത്തിന്റെ നാഥൻ ഇല്ലാതാക്കിയിട്ടാണ് ആ പ്രതികൾക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ പരോൾ കൊടുക്കുന്നത്. ഇനി ജയിലിലാണെങ്കിൽ ഇതിനേക്കാൾ സുഖമാണ്, പുറത്ത് കിടക്കുന്നതിനേക്കാൾ സുഖമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ഐഫോൺ 17 വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഐഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഐഫോൺ കൊണ്ടേ കൊടുക്കും. ലേറ്റസ്റ്റ് ഐഫോൺ അവന്മാർ ഉപയോഗിക്കുള്ളൂ. ഭക്ഷണം തലേ ദിവസം പറയും, രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്, രാത്രി തണ്ടൂരി ചിക്കൻ. മറ്റേ സാധനം തലേ ആഴ്ച പറയും ബ്രാൻഡ്, അത് കൊണ്ടേ കൊടുക്കും. പുറത്തേക്ക് കൊണ്ടുപോയി നടന്നാൽ 5 സ്റ്റാർ ഹോട്ടലിൽ കയറ്റി മദ്യവും ഭക്ഷണവും. എന്താ കാര്യം? CPM നേതാക്കൾക്ക് പേടിയാണ്. ഒരു ഗൂഢാലോചന ഉണ്ട് ആ കേസിൽ, ഇപ്പോഴും അറിയാം. അവരാ ഗൂഢാലോചനയുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ സ്റ്റേറ്റുകാരിൽ നടക്കുന്ന പല നേതാക്കളും ജയിലിൽ പോകും. അവരിവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, പാവങ്ങളല്ലേ, ഒരു എയർ കണ്ടീഷൻ കൂടി വെച്ചു കൊടുക്കും, ഇനി അതിൻ്റെ കുറവേ ഉള്ളൂ ജയിലിൽ. പിന്നെ മുഖ്യമന്ത്രി അടുത്തൊരു പ്രസ്താവന നടത്തി, പുതിയ സാങ്കേതിക വിദ്യ കേരളം സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ നോക്കി പല സ്ഥലത്തും, എവിടെയാണ് സാങ്കേതിക വിദ്യ സ്വീകരിച്ചിരിക്കുന്നത്, പുതിയ എന്ത് പദ്ധതി? അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, ജയിലിൽ കിടക്കുന്ന പ്രതികൾ പരോൾ കിട്ടാൻ വേണ്ടി DIGക്ക് കൈക്കൂലി ഗൂഗിൾ പേയിലാണ് അയക്കുന്നത്. ഇപ്പോഴാണ് സാങ്കേതിക വിദ്യ കേരളത്തിൽ എത്ര ഭംഗിയായിട്ടാണ് നടപ്പാക്കിയെന്ന് മനസ്സിലാക്കുന്നത്. കൈക്കൂലി ഗൂഗിൾ പേയിൽ അയക്കാൻ ആദ്യമായി കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ സ്ഥലം കേരളമാണ്. പിണറായി വിജയൻ അഭിമാനിക്കാം, സാങ്കേതിക വിദ്യ സ്വീകരിച്ചു. നാണമില്ലേ പറയാൻ? വാട്സപ്പിൽ കൊട്ടേഷൻ അയക്കും. അവിടെ നിന്ന് ജയിലിൽ കിടന്ന് പുറത്തേക്ക് കൊട്ടേഷൻ, മയക്കുമരുന്ന് വ്യാപാരം, ഇതെല്ലാം നടത്തും. ഇങ്ങനെ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും നാടാക്കി ഇവർ കേരളത്തെ മാറ്റി. എന്നിട്ട് പാവങ്ങളെ കബളിപ്പിക്കും. 2021 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു,